Hello friends, എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇറ്റ്സ് മീ അഖിൽ സതീഷ് ആൻഡ് വെൽക്കം ടു അഖിൽ സതീഷ് വേൾഡ്. KTU 2024 സ്കീം പഠിക്കുന്ന പ്രത്യേകിച്ച് S1 S3 പരീക്ഷകളൊക്കെ എഴുതാൻ പോകുന്ന ക്ലാസ്സുകൾ തുടങ്ങിയ ഇനി ഫസ്റ്റ് ക്ലാസ് ടെസ്റ്റ് ഒക്കെ വരാൻ പോവാണ്. അങ്ങനെയുള്ള വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് ഈ വീഡിയോ. നിങ്ങൾ കാത്തിരുന്ന ചില അപ്ഡേറ്റുകൾ KTUവിന്റെ ഭാഗത്തു നിന്നും അല്ലാതെയും ഒക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് വിശദമായിട്ട് തന്നെ നോക്കാം. നിങ്ങൾ ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം ഇത്തരത്തിലുള്ള എഞ്ചിനീയറിംഗ് റിലേറ്റഡ് അപ്ഡേറ്റ്സ്, ഇന്റേൺഷിപ്സ്, പ്ലേസ്മെന്റ് ടോക്സ് എല്ലാം നൽകുന്ന നമ്മുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിൽ കൂടി നിങ്ങൾ ഫോളോ ചെയ്യുക. ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. കാര്യത്തിലേക്ക് കടക്കാം. 2023 വരെ എല്ലാ വിദ്യാർത്ഥികളും എഞ്ചിനീയറിംഗ് KTUവിന്റെ അണ്ടറിലുള്ള എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥികൾ പഠിച്ചത് 2019 സ്കീമാണ്. അപ്പോൾ അതിൻ്റെതായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടായിരുന്നു. അതുപോലെ പാസ് പെർസെൻറ്റേജ് വളരെ കുറവായിരുന്നു. പിന്നെ വിദ്യാർത്ഥികൾക്ക് കൂടുതൽ മാർക്കിന് എഴുതണമായിരുന്നു. പക്ഷെ അതിൽ നിന്നെല്ലാം വിദ്യാർത്ഥികളുടെ അടക്കമുള്ള ഫീഡ്ബാക്ക് എടുത്തുകൊണ്ടാണ് 2024 പുതിയൊരു സ്കീമിന് തുടക്കം കുറിക്കുകയും അതും ആദ്യത്തെ വർഷത്തേക്കാർക്ക്, അതായത് ഇപ്പോൾ S3 പഠിക്കുന്ന കഴിഞ്ഞ വർഷം ആദ്യമായിട്ട് ചേർന്ന പലർക്കും ഒരു പക്ഷേ ടഫായിരിക്കാം. കാരണം അവർക്ക് ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ സാമ്പിളുകൾ KTU നൽകുന്നതല്ലാതെ ഇല്ല. പിന്നെ അവർക്കൊരു പുതിയ സിലബസ് ആണ്. ആ സിലബസിനെ ഫോളോ ചെയ്യാൻ തന്നെ പുതിയ ടെക്സ്റ്റുകളാണ്. പിന്നെ വന്നത് ഏറ്റവും വലിയ ചേഞ്ച് ഗ്രൂപ്പിംഗ് സിസ്റ്റമാണ്. ഗ്രൂപ്പിംഗ് ABC എന്ന് പറഞ്ഞ് ഒരുപാട് കൺഫ്യൂഷൻ ക്രിയേറ്റ് ചെയ്ത ഒരു കാര്യമാണ്. പക്ഷെ ഇപ്പോൾ പുതുതായിട്ട് ജോയിൻ ചെയ്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ച്, അതായത് ഇപ്പോൾ S1ലേക്ക് ജോയിൻ ചെയ്ത വിദ്യാർത്ഥികളെ സംബന്ധിച്ച് നിങ്ങൾക്ക് മെന്റേഴ്സ് ആയിട്ട് ഇപ്പോൾ S3യിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. അതിലുപരി ഒരുപാട് നോട്ട്സും ഒരുപാട് മെറ്റീരിയൽസും അവൈലബിൾ ആയിട്ടുള്ള ഒരു സമയം കൂടിയാണിത്. കാരണം കഴിഞ്ഞ വർഷത്തെ ആ ഒരു ടൈപ്പും ബാക്കി സിലബസിന്റെ കാര്യങ്ങളും കരിക്കുലവും ഒക്കെ കുറച്ചുകൂടി ഫെമിലിയർ ആയി കഴിഞ്ഞു. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, പരീക്ഷ എഴുതി കഴിയുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകുന്ന ഒരു കാര്യം, ഇത്തവണ പാസ് പെർസെൻറ്റേജ് കുറച്ചുകൂടി കൂടുന്നുണ്ട്. അതായത് വിദ്യാർത്ഥികൾക്ക് അത് കുറച്ചുകൂടി എളുപ്പത്തിൽ ഗ്രാബ് ചെയ്യാനും പഠിക്കാനും സാധിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ബേസിക്സ് ഓഫ് സിവിൽ എഞ്ചിനീയറിംഗ്, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ്, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ്, ഇപ്പോൾ പൈത്തന്റെ ഒക്കെ കേസ് എടുത്താൽ പോലും നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്ക് പോലും ഒരു ക്യാപ്സ്യൂൾ പരുവത്തിലാണ്. നിങ്ങൾക്ക് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്ന ഒരു +2 നിന്ന് വന്നു കഴിഞ്ഞിട്ട് അതിൽ വായിച്ച് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ നിങ്ങൾക്ക് ബേസിക്സ് സ്ട്രോങ് ആക്കാൻ പറ്റുന്ന തരത്തിലാണ് അതിപ്പോൾ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. പക്ഷെ ഇൻഡെപ്തിലേക്ക് പോകുമ്പോൾ അത് മതിയാകുമോ എന്നൊരു ചോദ്യം നിലവിലുണ്ട്. ഇനി പല കോളേജുകളിലും, അത് സെൽഫ് ഫിനാൻസിങ് ആയിരിക്കാം, ഗവൺമെന്റ് ആയിരിക്കാം, അല്ലെങ്കിൽ എയ്ഡഡ് ആയിരിക്കാം, ആ രീതിയിലുള്ള കോളേജുകളിലെല്ലാം നിങ്ങൾ ജോയിൻ ചെയ്തെങ്കിൽ പോലും നിങ്ങളുടെ മുന്നിലേക്ക് നമ്മുടെ ഇൻസ്റ്റാഗ്രാം അടക്കമുള്ള നിരവധി ഇൻസ്റ്റാഗ്രാം കമ്മ്യൂണിറ്റികൾ ഇപ്പോൾ ഹെൽപ്പിനുണ്ട്. അപ്പോൾ നിങ്ങളുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആയിക്കോട്ടെ, അതുപോലെ തന്നെ ഇനി വരുന്ന KTUവിന്റെ അപ്ഡേറ്റ്സ് ആയിക്കോട്ടെ, അതൊക്കെ ഇൻസ്റ്റന്റ് ആയിട്ട് ലഭിക്കാൻ നിങ്ങളുടെ മുന്നിൽ ഒരുപാട് സോഴ്സുകൾ ഉണ്ട് എന്നുള്ളതാണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, KTUവിന്റെ ഏറ്റവും പുതിയ കരിക്കുലം അനുസരിച്ച് ക്ലിയർ കട്ടായിട്ട് അവർ പറഞ്ഞിട്ടുണ്ട്. ഡിസംബറോടുകൂടി ആദ്യത്തെ സെമസ്റ്റർ തീർക്കുന്ന തരത്തിലായിരിക്കും. അതിനിടയിൽ വിദ്യാർത്ഥികളുടേതായിട്ടുള്ള കൃത്യമായിട്ടുള്ള സമയം, അതായത് പഠിക്കുന്നതിന്, അതുപോലെ തന്നെ ഈ ക്ലാസ് ടെസ്റ്റുകൾ, ആദ്യത്തെ യൂണിറ്റ് ടെസ്റ്റുകൾ, അതിനുള്ള സംഭവം ഓരോ സിലബസും തിരിച്ചുകൊണ്ട് ഏതൊക്കെയാണ് പഠിക്കേണ്ടത് എന്നുൾപ്പെടെ കോളേജുകൾക്ക് നിർദ്ദേശം നൽകുന്ന തരത്തിലാണ് ഇപ്പോൾ യൂണിവേഴ്സിറ്റി അത് ചെയ്തിട്ടുള്ളത്, ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഇപ്പോഴും നിങ്ങൾക്ക് ഒരുപാട് ഡൗട്ടുകൾ ഉണ്ടാകും, അതായത് നിങ്ങളുടെ ഓരോ സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ നോട്ട്സിന്റെ അവൈലബിലിറ്റിയെ കുറിച്ച്. പക്ഷേ യൂണിവേഴ്സിറ്റി ലെവലിൽ പക്ക ക്ലിയർ ആയിട്ട് തന്നെയാണ് കാര്യങ്ങൾ പോകുന്നത്. എല്ലാ തവണയും KTUവിനെ കുറിച്ച് വിദ്യാർത്ഥികൾക്കും രക്ഷകർത്താക്കൾക്കും അധ്യാപകർക്കും പറയുവാനുള്ള പോരായ്മകളെല്ലാം പരിഹരിച്ചുകൊണ്ട് ഒരു പുതിയ സിസ്റ്റത്തിലേക്ക് S1 മുതൽ അവർ വന്നിട്ടുണ്ട്. അത് വിദ്യാർത്ഥികൾക്ക് ബെനിഫിറ്റ് തന്നെയാകും. ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾക്കും വാർത്തകൾക്കും നോട്ട്സിനും ഒക്കെ ആയിട്ട് നമ്മളെ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്തതിനോടൊപ്പം നമ്മുടെ ഇൻസ്റ്റാഗ്രാം കൂടി ഒന്ന് ഫോളോ ചെയ്ത് നമുക്ക് മെസ്സേജ് അയച്ചാൽ മതി. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാൻ തൽക്കാലം നിർത്തുന്നു.